നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാലക്കുടി പോട്ടയിൽ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൽ ജീവനക്കാരെ ബന്ദിയാക്കി കവർച്ച. ഹെൽമറ്റ് ധരിച്ചെത്തിയ ആളാണ് ജീവനക്കാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി ക്യാഷ് കൗണ്ടറിൽ നിന്നും പണം കവർന്നത്. കൊള്ളയ്ക്ക് ശേഷം ഇയാൾ സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു. തൃശൂർ തങ്കമണി കയറ്റത്ത് ആളൊഴിഞ്ഞ കിണറ്റിലെ പറമ്പിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് അറസ്റ്റിൽ. തൃശൂർ സ്വദേശി വിനയനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ യുവതി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ മൊഴി നൽകി. കളക്ഷൻ ഏജന്റുമാരുടെ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്ന് പരാതി. വായ്പ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. അരിമ്പൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സതീഷിനാണ് മർദ്ദനമേറ്റത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം നീട്ടി. ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചതിനെ തുടർന്നാണ് ചികിത്സാ ദൌത്യം നീട്ടിയത്. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുളിക്കൻ തങ്കച്ചൻ, പാലപ്പറമ്പിൽ രാമകൃഷ്ണൻ എന്നിവരുടെ പറമ്പിലാണ് ഒറ്റയാന ഇറങ്ങിയത്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ 1 മാസം കഴിഞ്ഞിട്ടും തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിനാൽ വ്യാപക പ്രതിഷേധം. KSRTCക്ക് സ്ഥലം അനുവദിക്കാൻ നീക്കണമെന്ന് സൂചന. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ഡാജറ്റ് ചുമതലയേറ്റു. നിലവിലെ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP-യിൽ നിന്നാണ് ചുമതല ഏറ്റെടുത്തത്. കാടിറങ്ങി കൂട്ടം തെറ്റിയെത്തിയ പുള്ളിമാൻ സ്വകാര്യ പറമ്പിലെ കുളത്തിൽ വീണു. മറ്റത്തൂർ നൂലുവള്ളിയിലാണ് പുള്ളിമാൻ കുളത്തിൽ വീണത്. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന കാനയ്ക്ക് നടുവിലെ വൈദ്യുതി തൂണുകൾ മാറ്റാത്തത് പദ്ധതിയുടെ പ്രയോജനത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. കല്ലേറ്റുംകരയിൽ എസ്റ്റേറ്റിന് സമീപം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കാനയുടെ നടുവിലാണ് വൈദ്യുതി പോസ്റ്റുകൾ നിൽക്കുന്നത്. ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന നിയമ നടപടികൾ സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഴമ്പാലക്കോട് തോട്ടുംപള്ള പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്താൽ ബലക്ഷയമുണ്ടായിരുന്ന പാലം പൂർണ്ണമായി പൊളിച്ചുമാറ്റിയാണ് പുനർനിർമ്മിക്കുന്നത്. അമ്മാടം സെന്റ് ആന്റണി സ്കൂൾ ഗ്രൗണ്ടിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിക്ക് മുൻവശത്തുള്ള ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അരമിനിറ്റ് നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് രൂപമെടുത്തത്. കൊടകര പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തലൂർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ നിർധന രോഗികൾക്ക് സഹായം നൽകുന്ന സുഹൃതം എന്ന പദ്ധതിക്ക് ശതാബ്ദിയോടനുബന്ധിച്ച് തുടക്കം കുറിച്ചു. വിദ്യാലയത്തിലെ ഒരു കുട്ടിയുടെ കുടുംബത്തിന് വീടും നിർമ്മിച്ചു നൽകും. പാതിവില തട്ടിപ്പിന് കൊടകരയിലും വീട്ടമ്മ ഇരയായതായി പരാതി. പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച കൊടകര സ്വദേശിനി ലിജിയിൽ നിന്ന് 62,000 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. പെരിഞ്ഞനം ശ്രീ ഷൺമുഖധർമ്മ പരിപാലന സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ഗജവീരൻ നന്ദിലത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി. വെള്ളാങ്ങല്ലൂർ തെക്കുംകര ശ്രീ കുമരേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. തന്ത്രി ഡോക്ടർ TS വിജയന്റെയും മേൽശാന്തി ഷൈമോൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാട്ടൂർ നരിക്കുഴിയിലെ പൊതുശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. കോൺഗ്രസ് 7ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം DCC സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുടെ വീട് സന്ദർശിച്ചു. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം, പ്രസിഡന്റ് KM ജോസ്, സെക്രട്ടറി ബെന്നി നബേലി തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു.
കൊടകര നെല്ലായി മഹാമുനിയങ്കലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് പള്ളിവേട്ട നടക്കും. രാത്രി നടക്കുന്ന പള്ളിവേട്ട എഴുന്നള്ളിപ്പിന് കലാമണ്ഡലം മോഹനന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏങ്ങണ്ടിയൂർ യൂണിറ്റും ചേറ്റുവ യൂണിറ്റും സംയുക്തമായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേറ്റുവ യൂണിറ്റ് പ്രസിഡന്റ് VK ഹംസ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും കോർപ്പറേഷൻ അർബൻ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടന്നു. വിവേകോദയം ബോയ്സ് LP വിഭാഗം അധ്യാപിക ശ്രീബ ഉദ്ഘാടനം ചെയ്തു. കൊടകര മനംകുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര സർക്കാർ LPS സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 9 വരെയാണ് ക്യാമ്പ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റിന്റെയും തോളൂർ പോന്നൂർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തോളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി PP ജോണി ധർണ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. അമിതമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിൽവട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ സോണിൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രസിഡന്റ് AR രഘു ധർണ ഉദ്ഘാടനം ചെയ്തു. മാമാങ്കത്തിനൊരുങ്ങി മണലിത്തറ ദേശം. 16 രാത്രി 8:30 മണലിത്തറ ദേശം കേറ്റിപ്പാടത്ത് സാമ്പിൾ വെടിക്കെട്ട് ഒരുങ്ങും. കൊയിലാണ്ടിയിൽ ആനകളിടഞ്ഞ സംഭവം നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായി റിപ്പോർട്ട്. ADM-ഉം വനംവകുപ്പും വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ മറവിൽ സർക്കാരിനുള്ളത് സാമ്പത്തിക താൽപര്യം മാത്രമാണെന്ന് NCP അജിത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി. സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നും NA മുഹമ്മദ് കുട്ടി. നാട്ടുവൈദ്യം ഉൾപ്പെടെയുള്ള പാരമ്പര്യ വൈദ്യമേഖലയ്ക്ക് നിയമപരമായ പിന്തുണ നൽകാനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തെ വൈദ്യമഹാസഭ പിന്തുണയ്ക്കും. ബജറ്റിൽ നാട്ടുവൈദ്യന്മാരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിനും നാട്ടുവൈദ്യ പഠനത്തിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുമായി തുക വകയിരുത്തിയിരിക്കുന്നത് സ്വാഗതാർഹമാണെന്നും വൈദ്യമഹാസഭ. ചിട്ടി സേവനങ്ങൾക്കുള്ള GST പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചിട്ടി ഫോർമെൻസ് അസോസിയേഷൻ തൃശൂരിലെ സെൻട്രൽ GST ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംഘടനാ ചെയർമാൻ ഡേവിഡ് കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോൺ സംഘടിപ്പിക്കും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മാരത്തോൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ SK ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ശുചിമുറികളും ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ടകളായ 2 പേരെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. വേളൂക്കര സ്വദേശി ചെമ്പരത്ത് വീട്ടിൽ സലോഷ്, കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ മിഥുൻ എന്നിവരെയാണ് നാടുകടത്തിയത്. പെരിഞ്ഞനം RMVHS സ്കൂളിൽ അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ അറബിക് ദിനാചരണവും ഉപജില്ലാ അറബിക് കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. അധ്യാപിക KB ജിജി ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ NCC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാവറട്ടി യൂണിയന്റെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മാർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പിടികെട്ട പുള്ളി 8 വർഷത്തിനു ശേഷം കൊടുങ്ങല്ലൂരിൽ അറസ്റ്റിലായി. 2016 മേതലത്തിൽ മുഹമ്മദ് സഗീർ എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതി കണ്ടംകുളം വയമ്പനാട്ട് ജിത്തുവാണ് അറസ്റ്റിലായത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.